കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. എന്നോടൊക്കെ പറഞ്ഞേ, കർത്താവിന്റെ നാമം വിളിക്കുന്നവരൊക്കെ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കട്ടെ. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അശുദ്ധികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ലോകത്തിന്റെ എല്ലാവിധ വക്രതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ആരെ? കർത്താവിന്റെ നാമം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയാ, നിങ്ങൾ പാപത്തിനൊഴിഞ്ഞു നിൽക്കും. ഉദാഹരണം നിങ്ങളും കൂടെ നോക്കി. ഞാൻ മൂർഖം പാമ്പിനെ കെട്ടിപ്പിടിച്ചിട്ട്, മൂർഖം പാമ്പ്, വെള്ള വിഷമുള്ള മൂർഖം പാമ്പ്, കോബ്ര, അതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറയാം, കർത്താവേ, എൻ്റെ കർത്താവേ, പാമ്പ് കടിയുന്നെന്നെ രക്ഷിക്കണേ, പാമ്പ് കടിയുന്ന് രക്ഷിക്കണേ. കർത്താവ് പറയാ, എടാ മോനെ, ആ പാമ്പിനെ വിടറാ, ആ മൂർഖനെ വിട്. ഇല്ല കർത്താവേ, പാമ്പിന് വിടില്ല, പാമ്പ് കടിയുന്ന് രക്ഷിക്കണേ. കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ചില പിടുത്തങ്ങള് നീ വിട്ടുകളയാതെ കൃപ ലഭിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് കൃപ വരാത്തത്? ചിലത് പിടിച്ചു വെച്ചിരിക്കുക, നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല, കർത്താവിനെ ഏൽപ്പിക്കുന്നില്ല. കൊടുക്കണം. നമ്മള് നിന്ദ്യമായതൊന്നും വീട്ടിലുണ്ടാകരുത്. കർത്താവിനെ വേദനിപ്പിക്കുന്നത് വീട്ടിൽ ഉണ്ടാകരുത്. അവിടെ ഇരുന്ന് അശുദ്ധമായ കാര്യങ്ങൾ, മൊബൈലിൽ, ഇപ്പം മൊബൈലുകളുണ്ട്, വീടിൻ്റെ ഉള്ളിലിരുന്ന് മ്ലേച്ഛത കാണുക, അശ്ലീലങ്ങൾ കാണുക, ഫോണോഗ്രാഫി, അങ്ങനെയുള്ള ജഡികമായ പാപങ്ങളൊക്കെ മൊബൈലിൽ കണ്ട് വീട്ടിൽ അവിടെ ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപ വരും മക്കളെ, കൃപ വരുമോ? കൃപ വരുമോ? കൃപ വരില്ല. കാരണം കർത്താവിന് അശുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ല.